നമ്മളിന്നിവിടെ ഒരു വി കോളർ ചുരിദാർ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ബോഡി മെഷർമെൻ്റാണ് എടുത്തേക്കുന്നത്, നേരിട്ട് ശരീരത്തിലൊന്നും അളന്നെടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ വെട്ടുന്നത്, പീസിൽ വെട്ടുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടായിട്ട് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ബോഡി മെഷർമെൻ്റ് എടുത്തപ്പോൾ കിട്ടിയത് 37 അരയാണ്. 37 അര, അതിനോടുകൂടി 4 ആഡ് ചെയ്യുന്നു, അപ്പോൾ 41.5 കിട്ടും. അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10.37 അങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പം ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 10.4 എടുത്തു. പിന്നെ വേസ്റ്റ് റൗണ്ട് നമ്മുടെ ഷേപ്പ് തന്നെ കൊടുത്ത് 35 ബോഡി മെഷർമെൻറ്റ്. 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 38 കിട്ടി. അതിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 9.5. പിന്നെ ഹിപ്പ് റൗണ്ട് നമ്മുടെ സ്ലിറ്റ് വരുന്നിടത്ത് 41.5 ബോഡി മെഷർമെൻറ്റ്. അതിനോടുകൂടി 4 ആഡ് ചെയ്തു, 45.5 കിട്ടി. അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.375 കിട്ടും. ഞാൻ റൗണ്ട് ചെയ്ത് 11.4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ തുണിയിൽ വെട്ടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അളവുകൾ ബോഡി മെഷർമെൻ്റാണ് എടുത്തത്, അതിനോട് കൂട്ടേണ്ട അളവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തുണിയിൽ വെട്ടുന്നത് കാണിച്ചു തരാം. ഞാനപ്പോൾ ഈ അളവുകൾ വെച്ച് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കണതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യമായിട്ട് ഇത് മൊത്തം ഇറക്കം എടുത്തേക്കുന്നത് എനിക്ക് 46 വേണ്ടത്, മൊത്തം ഇറക്കം. അപ്പോൾ അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി, അത് 1 ഇഞ്ച് താഴേക്കും 1.5 ഇഞ്ച് മുകളിലുമായിട്ടാണ് തയ്യൽ തുമ്പ് പോണത്. അങ്ങനെ 1.5 ഇഞ്ച്. അപ്പോൾ 46 + 1.5 ആകുമ്പോൾ 47 വരും. അതിൽ തന്നെ ഇവിടെ ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. അതുകൊണ്ട് തന്നെ ലൈനിങ് പീസ് നല്ല പീസിനേക്കാളും കുറവായിട്ടാണല്ലോ നമ്മൾ എടുക്കാറ്. അതുകൊണ്ട് 47 ഇവിടെ എടുക്കണില്ല, 46 ഇവിടെ എടുത്തേക്കുന്നത്. 45 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഷോൾഡർ 6 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കണക്ക് വന്നത് ബോഡി മെഷർമെൻറ്റ് 37 വന്നല്ലോ ചെസ്റ്റ് റൗണ്ട്. അതിന് ഞാൻ 6ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ അളവാണ് 6 ഷോൾഡർ എടുത്തേക്കുന്നത്. ആ 6 തന്നെയാണ് താഴേക്ക് ആം ഹോളായിട്ടും എടുത്തേക്കുന്നത്. ഇനി ആം ഹോളിൽ കൂടെ ആം റൗണ്ട് വരച്ച്, എനിക്ക് ആം റൗണ്ട് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ വരച്ചിട്ട് ആളെന്ന് നോക്കിയപ്പോൾ എനിക്ക് 17ൻ്റെ പകുതി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, 37 ബോഡി മെഷർമെൻറ്റിനോട് 4 ആഡ് ചെയ്തു, 41.5 കിട്ടി. ആ 41.5 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 10.4. ആ 10.4 നമ്മൾ ചെസ്റ്റ് റൗണ്ടായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, ടോട്ടൽ 12.4 അവിടെ വന്നിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചിലാണ് എനിക്ക് ഷേപ്പ് വരുന്നത്. അതിൽ മുകളിൽ അടിച്ചു പോകുക 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 14.5 അളക്കണം. ആ 14.5 അളവ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ കണ്ടു. 35 + 3 38, 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ചാണ് ഈ ഷേപ്പിൻ്റെ അടുത്ത് നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇവിടെ വരെ 9.5, അങ്ങോട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, മൊത്തം 11.5 ഇഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്നും താഴേക്ക് 21 ഇഞ്ചിലാണ് എനിക്ക് സ്ലിറ്റ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 21.5 ഇഞ്ചിൽ അവിടെ വേണ്ട അളവും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സ്ലിറ്റിന് നമ്മൾ പറഞ്ഞു 40, നമ്മൾ അളവ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 45.5 അല്ലേ. 41.5യുടെ കൂടെ 4 ആഡ് ചെയ്തു, 45.5 ഡിവൈഡ് ചെയ്തു 4 വെച്ച്. അപ്പോൾ നമുക്ക് 11.4 കിട്ടി. ആ 11.4 നമ്മളവിടെ അളക്കേണ്ടത്. പിന്നെ അവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടേണ്ടത് ഒരു 3/4 ഇഞ്ചാണ്. കൂടിപ്പോയാൽ 1 ഇഞ്ച്, അതിലപ്പുറത്തേക്ക് എടുക്കരുത്. 3/4 എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി തയ്ച്ചിട്ട് തികയില്ല എന്നൊക്കെ ഡൗട്ടൊക്കെ ഉള്ളവർക്ക് അവിടെ 1 ഇഞ്ച് എടുക്കാം. അപ്പോൾ 11.4 3/4 ഒരു 12.15 അവിടെ വന്നിട്ടുണ്ട്. 12.15 അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇനി അവിടെ 12.15 വന്നു. ചെസ്റ്റ് റൗണ്ടിൽ എത്ര വന്നു?
12.25 തയ്യൽ തുമ്പോട് കൂടിയാണ്. അല്ലാതെ നമുക്ക് 11.4 വന്നു. ചെസ്റ്റ് റൗണ്ടിൽ 10.4 വന്നു. അപ്പോൾ കൂടുതൽ 11.4 ഹിപ്പിൻ്റെ അവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ അടുത്ത് എടുത്തേക്കണം 11.4. ഈ രണ്ടളവിൽ എവിടെയാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ള അളവിനോട് 1 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ താഴത്തെ ഓപ്പണിങ്ങിൽ എടുക്കേണ്ടത്. ഏറ്റവും അടിഭാഗത്ത് ഒരു ഓപ്പണിങ് വരുമല്ലോ, അപ്പോൾ അവിടെ ഇപ്പോൾ എടുത്തേക്കണത് 11.4 സ്ലിറ്റ്, അതേ +1 12.4, പിന്നെ ഒരു 3/4 ഇഞ്ച് അവിടെയും തയ്യൽ തുമ്പ്, അങ്ങനെയാണ് അവിടെ എടുത്തേക്കണത്. ഇനി അവിടെ തന്നെ ഇവിടുന്ന് താഴേക്ക് നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. പിന്നെ ഇവിടെ ഒരു 1 ഇഞ്ചിൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്ക് ലെങ്ത്തൊക്കെ നമുക്ക് വേണ്ടത് 3 ഇഞ്ചൊക്കെയാണ്. പക്ഷെ നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് എടുക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെ നെക്ക് വരയ്ക്കുന്നതോ വെട്ടുന്നതോ ഒന്നും തുണിയിൽ വെട്ടുന്നതൊന്നും കാണിക്കേണ്ട, അത് ക്യാൻവാസിൽ വെട്ടുമ്പോൾ കാണിക്കാം. ഇനി ഇവിടെ ഫ്രണ്ട് പീസിലേക്ക് കൈക്കുഴി 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കണം. അത് ഞാൻ വരച്ചിട്ടില്ല, അത് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് വരച്ചിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മറ്റെല്ലാ അളവും ഒരേപോലെ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വന്നേക്കണേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് കണ്ട 4 ഉണ്ട്, 1 2 3 4 പീസ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൂടെ ഉള്ളത് ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തേക്കണത്. ഇനി കൈക്കുഴിയും കൂടെ ഇവിടെ 1/2 ഇഞ്ച് കൂടെ കുഴിച്ച് ഫ്രണ്ടിലേക്ക് വരച്ചിട്ട് നമുക്കിത് വെട്ടിയെടുത്തിട്ട് ഇത് വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ പീസ് വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ നല്ല തുണിയിൽ വെച്ചിട്ട് അതും ബാക്ക് വെച്ചിട്ട് ബാക്കിൻ്റെ നല്ല തുണിയിലും വെട്ടിയെടുക്കുകയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കൈയാണ്. കൈക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ള 1/2 ഇഞ്ച് കുഴിച്ച് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല പീസിൽ, ഇതിപ്പോൾ ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ പീസ് ഫ്രണ്ട് തയ്ക്കുന്ന നല്ല പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ താഴെ ശ്രദ്ധിക്കണം. താഴെ ലൈനിങ്ങിൽ നമ്മൾ 47യുടെ സ്ഥാനത്ത് 45.5 എടുത്തേക്കണത്. നല്ല പീസിൽ വെട്ടുമ്പോൾ അത് 47 തന്നെ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇറക്കം കുറഞ്ഞു പോകും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഈ പീസ് വെച്ചിട്ട് എല്ലായിടവും മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾക്കിത് വെട്ടിയെടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പീസും, ബാക്കിൻ്റെയും ലൈനിങ് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്ത പീസ് ബാക്കിൻ്റെ പീസിൽ വെച്ചെടുത്തിട്ട് അതും വെട്ടിയെടുക്കാം. ഇനി ഇവിടെ വരുന്നത് കൈയാണ്. കൈക്ക് വേണ്ടി മൊത്തം ലെങ്ത്ത് 16 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 16ലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 17.5 ഇഞ്ച്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് നമുക്ക് ബോഡി മെഷർമെൻറ്റ് 37.5 ചെസ്റ്റ് റൗണ്ട് കിട്ടിയത്. അതിൻ്റെ 4/1 9.5 മാർക്ക് ചെയ്യുക. അതിലേക്ക് വരയ്ക്കുക, ഒഴിച്ച് വരയ്ക്കുക. താഴെ ഭാഗത്ത് ഒരു 6 ഇഞ്ചാണ് താഴെ എടുത്തേക്കുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പിടുക. പിന്നെ ആ ചരിവ് വന്നത് 37യുടെ 10/1 3.7 3.5 ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് അങ്ങനെ എടുത്തിട്ട് അതാണ് അവിടെ കാണുക. നമ്മൾ ഒരു സൈഡിൽ നമുക്കൊരു ചെറിയ ചരിവ് വന്നത്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം. താഴെ ഭാഗത്ത് നമുക്ക് ഒരു 6 ഇഞ്ച് എടുക്കാം, 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. ഒന്നുകൂടി പറയുക, കൈയുടെ മൊത്തം ലെങ്ത്ത് വന്നത് 16 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 17.5 എടുക്കുക. ഇനി വീതി വരുന്നത് 37 നമ്മുടെ ബോഡി മെഷർമെൻറ്റ്. അതിൻ്റെ 4/1 അപ്പോൾ 9.5. ആ 9.5 ഞാൻ വീതിയായിട്ട് എടുത്തേണത്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ആ സൈഡിൽ വന്ന ആ ഒരു കുഴിവ്, അത് 37യുടെ 10/1 3.7 എടുക്കുക, അല്ലെങ്കിൽ 3.5 എടുത്താലും മതി. അങ്ങനെ അത്രയും കുറച്ചാണ് അവിടെ വരച്ചേക്കണത്. എന്നിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് ഒരു ചരിവ് പോലെ വന്നത്. അതിൻ്റെ അവിടെ നിന്ന് താഴെ 6 ഇഞ്ച് നമ്മളെടുത്തു, 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ മൊത്തം 8 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാം. പിന്നെ നല്ല പീസ് ഫ്രണ്ട് പീസിലേക്ക് അവിടെ വെച്ച് ഒരു ചെറിയ കുഴി കൂടെ 1/2 ഇഞ്ച് കുഴിച്ച് നമ്മൾ വരയ്ക്കും ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട്. അതുകൂടെ ഇനി ഇവിടെ വരയ്ക്കാനുണ്ട്. ഇങ്ങനെ കുഴിച്ച് അവിടെ വരയ്ക്കും. അതിന് ശേഷം അത് വെട്ടിയെടുക്കുക. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 2 കൈ കൂടെയുള്ള പീസാണ്.
നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കുഴിച്ചൂടെ വരച്ച് കെട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാൻവാസ് നമ്മുടെ ഫ്രണ്ട് നെക്കിനുള്ള നെക്കിനുള്ളതാണ്. ഇത് മൊത്തം ഒരു 7 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒരു 9 ഇഞ്ച് നീളത്തിലാണ് ഇത് എടുത്തേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അത്രയും ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. ഒരു 5 ഇഞ്ചൊക്കെ 5-5.5 ഇഞ്ചൊക്കെ വീതിയിലെടുത്താലും മതി. പിന്നെ താഴേക്ക് 9-5 തന്നെ ഇരുന്നോട്ടെ. അങ്ങനെയാണ് എടുക്കണത്. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തേക്കണത് 3 ഇഞ്ചും താഴേക്കുള്ള ഇതെടുത്തേക്കണത് 3/4 ഇഞ്ചുമാണ്. 3/4 ഇഞ്ചിലാണ് താഴേക്ക് വരച്ചേക്കണത്. അങ്ങോട്ട് കഴുത്തകലം 3 ഇഞ്ചും പിന്നെ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിലാണ് ഏറ്റവും താഴെ വരെ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ആ 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ അവിടെ നിന്ന് താഴെ വരെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വരെയും ഒരു പോയിൻ്റ് വെച്ചിട്ട് വരയ്ക്കുക. 7 ഇഞ്ചിലേക്ക് താഴേക്ക് ഞാൻ 1 ഇഞ്ച് പെട്ടെന്ന് കൂടിപ്പോയതാണ്. അവിടെ ഇല്ല കേട്ടോ. അത് അവിടം വരെയാണ് 7 ഇഞ്ച് വരുന്നത്. അവിടം വരെ ഒരു പോയിൻ്റിൽ ഇങ്ങനെ വരച്ച് താഴേക്ക് നമുക്കൊരു ബോക്സ് പോലെ അത് വരച്ചെടുക്കുക. ഇനി അതിന് ശേഷം അത് കട്ട് ചെയ്യുക. താഴെ ഭാഗത്ത് ചെറുതായിട്ടൊരു ചരിവ് പോലെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മളത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് നമ്മുടെ ഏതിലാണോ നെക്ക് ക്യാൻവാസ് ഒട്ടിക്കേണ്ടത് അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഉള്ളിലേക്ക് പോണ പീസാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. അങ്ങനത്തെ വീനക്കാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചേക്കണത്. അപ്പം നമുക്ക് ഏത് പീസിലാണോ ചെയ്യേണ്ടത്, നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ അതേ കളറ് തന്നെയുള്ള തുണിയിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളറാണ് വേണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഏത് പീസിലാണോ നമുക്ക് നെക്കിൽ നമുക്ക് കാണേണ്ടത് ആ കളറ് പീസിലേക്കാണ് നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി ഞാനിപ്പോൾ കുറച്ചിട്ടില്ല കേട്ടോ. ടോട്ടൽ വീതി എനിക്ക് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 5.5 എടുത്താലും മതി എന്ന് ടോട്ടൽ വീതി. അത് കുറയ്ക്കാം. ഞാനത് ഇപ്പോൾ കുറയ്ക്കണത് ഇപ്പോഴല്ല കുറച്ച് അതിൽ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്രയും വീതി വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇത്രയും വീതിയിൽ ഞാനിപ്പോൾ 7 ഇഞ്ച് വീതിയിലെടുത്തത് അത്ര എടുക്കണമെന്നില്ല. ഒരു 5.5-6 എടുത്താൽ മതി. 5.5 എടുത്താൽ മതി. അപ്പോൾ അത് ഈ സമയത്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഈ വർക്കാണ് ഞാൻ കഴുത്തിൽ വരുത്താനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ പീസിലേക്കാണ് ഞാൻ ഇനി ഈ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഈ പീസിൻ്റെ റോങ് സൈഡിലേക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഈ എംബ്രോയ്ഡറി നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ എംബ്രോയ്ഡറി നമുക്ക് വീനക്കായിട്ട് നമുക്ക് പുറമേ കാണുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ക്യാൻവാസ് ഈ എംബ്രോയ്ഡറി ചെയ്ത ഈ പീസിൽ ഞാൻ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ക്യാൻവാസ് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇതൊന്നും ഇടണ്ട, ഗ്യാപ്പൊന്നും ഇടണ്ട. അതേസമയം താഴെയും ക്യാൻവാസ് വെച്ചേക്കുന്നതിൻ്റെ താഴെയും മറ്റ് 2 സൈഡിലും 1/2 ഇഞ്ച് വീതം ഇട്ടിട്ടാണ് ഞാൻ വെട്ടിയെടുത്ത് എന്നിട്ട് അത് അങ്ങനെ പതിച്ച് ക്യാൻവാസ് അവിടെ തേച്ചൊട്ടിച്ചിട്ട് അങ്ങോട്ട് പതിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് ഒരു വെട്ടിട്ട് കൊടുക്കാം മുകൾ ഭാഗത്ത്. അപ്പോൾ നമുക്കത് നല്ല പീസിലേക്ക് നമ്മളിത് വയ്ക്കുമ്പോൾ നമുക്കതിന് അളവുകളിലൊന്നും മാറ്റം വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങാണ് ഇട്ടേക്കണത്. ആ ലൈനിങ്ങിൻ്റെ മീതയിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസിന് വെട്ടിയ അതുകൂടെ ഇട്ട് കൊടുക്കുന്നു. അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിൽ പതിപ്പിച്ച ക്യാൻവാസ് നമ്മൾ തയ്ച്ചെടുത്തില്ലേ അതുകൂടെ ഇതിൻ്റെ മീതയിലേക്ക് വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ഇരുണ്ടിരിക്കുകയാണ്. ഇത് തുണിയുടെ കളറും ഇതാണ്, എൻ്റെ ടേബിളിൻ്റെ കളറും ബ്ലാക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരിത് വന്നത്. എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം ലൈനിങ് പീസ് ഇട്ടു, നല്ല പീസ് ഇട്ടു. അതിൻ്റെ മീതയിലേക്ക് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചില്ലേ അതുകൂടെ വെച്ച് കൊടുത്തു. അപ്പം നല്ല പീസിൻ്റെ മീതയിലേക്ക് ക്യാൻവാസിൻ്റെയും നല്ല
ഭാഗം വന്ന വിധത്തിലാണ്. രണ്ടും നല്ല ഭാഗങ്ങൾ തമ്മിൽ യോജിച്ച് വന്ന വിധത്തിൽ ക്യാൻവാസിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം കൂടി വന്ന വിധത്തിൽ വെച്ചിട്ട് നമ്മൾ ആ കഴുത്ത് ഇങ്ങനെ അടിച്ചെടുക്കും. നമ്മൾ ആ വെട്ടി വെച്ചേക്കണല്ലേ അതേ രീതിയിൽ അടിച്ചെടുക്കും. അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. ആ വിധത്തിലാണ് ഇത് വന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത് ബാക്കി അവിടെ ഒരു കഴുത്ത് അടിച്ച് മറിക്കാൻ വേണ്ടി ഒരു 1/4 ഇഞ്ച് അവിടെ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വിടുക. എന്നിട്ട് അവിടെ ഓരോ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുക എല്ലാ കോർണറുകളിലും. അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മറിച്ചിടുക. അതാണിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളിലേക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ ഈ ഇത് എംബ്രോയ്ഡറി ചെയ്തത് ഉള്ളിലേക്ക് പോകും കേട്ടോ. പുറമേ വരുമ്പോൾ അതാ ഒന്നുമില്ലാത്തൊരു ഇതാണ് ഇവിടെ വന്നത്. പക്ഷെ അത് നമ്മുടെ ഉദ്ദേശം വേറൊരു വിധത്തിലാണ്. വേണ്ട, എംബ്രോയ്ഡറി ചെയ്തത് താഴേക്ക് പോയി. ഇനി ഈ പീസില്ലേ, ആ ലൈനിങ്ങും ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. വേണ്ട, ഇപ്പോൾ ഇവിടെ പുറമേ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ടപ്പോൾ പുറമേ ഇപ്പോൾ ഇത് വി പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കും. കണ്ട, അപ്പോൾ ആ ലൈനിങ് നമ്മൾ ചെയ്തേക്കണ എംബ്രോയ്ഡറി നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് പറ്റും. ആ സൈഡിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു സൂചി കുത്തിയോടെ ഇങ്ങനെ വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അങ്ങനെ വയ്ക്കുക. വി പോലെ വെച്ചിട്ട് അവിടെയും ഒരു പിൻ കുത്തിയിട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് രണ്ട് സൈഡിലും നമ്മളിപ്പോൾ പിൻ കുത്തിയില്ലേ അവിടെ രണ്ടിടത്തും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ അങ്ങനെ മടങ്ങിയിരിക്കാനായിട്ട് ഒന്ന് സൂചി നൂല് വെച്ച് ഒന്ന് തുന്നിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബട്ടൺ അങ്ങനെ എന്തെങ്കിലും അവിടെ വെച്ച് തുന്നണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മടങ്ങിയിരുന്നോളൂ. വേണ്ട, അപ്പം ഞാനവിടെ ഒന്ന് അങ്ങനെ മടക്കി വെച്ചപ്പോൾ എനിക്കൊന്ന് അവിടെ ഒന്ന് പതിച്ചടിക്കണം എന്ന് തോന്നി. പതിച്ചടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയിൽ അതിരിക്കുന്നത്. അപ്പം ഞാനവിടെ ആദ്യം നമ്മൾ ഉള്ളിലേക്കാക്കി കഴുത്ത് ഉള്ളിലേക്ക് വിട്ടില്ലേ, അവിടെ ഒന്ന് ഞാൻ പതിച്ചടിച്ച് അതിന് ശേഷം ഇപ്പോൾ ഇതിങ്ങനെ മടക്കി വെക്കണത്. ഇനി നമ്മൾ ചെയ്യണത് സൈഡ് യോജിപ്പിക്കും, കൈക്കുഴിയൊക്കെ യോജിപ്പിക്കും, സൈഡൊക്കെ യോജിപ്പിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ. ഇതിന് ശേഷം ഇനി നമ്മൾ ബാക്ക് പീസൊന്നും ചെയ്തിട്ടില്ല. ബാക്ക് പീസിൽ എന്താണ് ചെയ്യണതെന്ന് കൂടെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നല്ല പീസിൻ്റെ ഇത്രേ ഉള്ളൂ. നമ്മളിതിങ്ങനെ മടക്കി വെക്കും. പിന്നെ ബാക്ക് പീസിൽ ഇത് തന്നെയാണ്, ക്യാൻവാസ് വെച്ച് തന്നെയാണ് ബാക്കിൻ്റെയും കഴുത്ത് തയ്ക്കുന്നത്. അതിനായിട്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. കഴുത്തകലം 3 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് 3 ഇഞ്ചായിട്ട് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി അതിലാണ് നമ്മൾ റൗണ്ട് നെക്കാണ് ഞാൻ വരയ്ക്കുന്നത്. റൗണ്ട് നെക്ക് വരയ്ക്കുക. പിന്നെ ഒരു 1 ഇഞ്ചോളം ക്യാൻവാസ് പുറത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഉള്ള വീതി കൂടി ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ റൗണ്ട് നെക്ക് ഇവിടെ വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് 1 ഇഞ്ച് വീതം പുറമേക്ക് നമ്മൾ ക്യാൻവാസിൽ വരച്ചിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ആ പീസാണ് നമ്മൾ വേറൊരു പീസിൽ വെച്ച് പിടിപ്പിച്ച് നമ്മൾ ഫ്രണ്ട് നെക്ക് ഉള്ളിലേക്ക് നമ്മൾ മടക്കി അടിച്ചില്ലേ, അതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾ ഉള്ളിലേക്ക് പതിച്ച് അടിക്കും. അത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട്. പുറമേലേക്ക് 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് വെട്ടിയെടുക്കും. പിന്നെ ഇത് എന്താ ചെയ്യണമെന്നുള്ളത് വേറൊരു വെട്ടി നമ്മൾ ഒരു ചെറിയ പീസ് എടുക്കുക, അതിലേക്ക് ക്യാൻവാസ് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് തേച്ച് പിടിപ്പിക്കുക. ക്യാൻവാസ് ഒന്ന് തുണിയിലേക്ക് തേച്ച് പതിപ്പിക്കുക. അതിന് ശേഷം താഴെ ഭാഗത്ത് ഒരു 3 സൈഡിലും താഴെയും 2 സൈഡിലും ഒരു 1/2 ഇഞ്ച് വീതം തുണി വെച്ചിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് ഇതിനകത്തേക്ക് മടക്കി തയ്ക്കുക. ബാക്കിൻ്റെയും ആദ്യം ലൈനിങ് പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല പീസ് ഇട്ട് കൊടുക്കും. അതിലേക്കും നമ്മൾ
തയ്ച്ച് വെച്ചിരിക്കുന്ന ക്യാൻവാസിൽ നമ്മൾ ബാക്ക് പീസ് പിടിപ്പിച്ചല്ലോ, അതോടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കും. ഇതുപോലെ നമ്മളിവിടെ ഇങ്ങനെ തയ്ക്കും. തയ്ച്ചിട്ട് അവിടെ ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ട് വേണം ബാക്കി വെട്ടിക്കളയാനായിട്ട്. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ തയ്ക്കും. അങ്ങനെയാണ് ബാക്ക് പീസിൻ്റെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക് പീസിൻ്റെ അതുപോലെ നമ്മൾ ഇതൊന്ന് പിടിപ്പിച്ച് തയ്ച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വെട്ടുകൾ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കാം. ഉള്ളിലേക്ക് മടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ എടുക്കണം. ഫ്രണ്ട് പീസ് ഈ പീസിലേക്ക്, ഈ നല്ല പീസിൻ്റെതാ ഇവിടെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ ഇങ്ങനെ വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വയ്ക്കുക. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ ക്യാൻവാസ് വെച്ച് അതിനെ പൊതിയണം. എന്നിട്ടാണ് നമ്മളവിടെ ഷോൾഡർ യോജിപ്പിക്കുന്നത്. ഈ സൈഡിലും ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ യോജിപ്പിക്കണം. അതിന് ശേഷം ഇവിടെ കൈ പിടിപ്പിക്കണം. നമ്മളിതാ താഴേക്ക് 2 പീസ് കൂടെ യോജിപ്പിക്കണം. സ്ലിറ്റ് വരെ അടിക്കുക. അതിന് ശേഷം സ്ലിറ്റ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇങ്ങനെ വന്നത് മൊത്തത്തിൽ നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ഇതാണ്. ഈ ഒരു വീനക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത ഭാഗമൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്.